ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ അബ്ദുൽ ഹക്കീം നവമി, ഉദ്ഘാടനം നിർവഹിച്ച സ്വാമി അവിയാനന്ദ അവറുകൾ, അതോടൊപ്പം തന്നെ വേദിയിലായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമസ്കാരം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ദ ഡിവൈൻ ദാറ്റ് ഐ സല്യൂട്ട് ദ ഡിവൈൻ ദാറ്റ് വി ഹാവ് എന്നുള്ളതാണ്. നിന്നുള്ള ദൈവാംശത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. പരസ്പരം അവിടുന്ന് ദൈവാംശത്തെ തിരിച്ചറിയുവാനായിട്ട്, പരസ്പരം അവിടുന്ന് അഭിവാദ്യം ചെയ്യുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട്, കരുതുവാനായിട്ടൊക്കെ ഒരുമിച്ച് ഈ നാടുകളിൽ നമുക്ക് അവിടുന്ന് സാധ്യമായി തീരുന്നു. പ്രത്യേകാല പ്രിയ സ്വാമി അവിയാനന്ദ അവറുകൾ പറഞ്ഞതുപോലെ മനോഹരമായ ഈ ഒരു വൈകുന്നേര സമയം വളരെ മനോഹരമായ ചില ചിന്തകൾ അവിടുന്ന് കേൾക്കുവാൻ, പങ്കുവെക്കുവാൻ, ഒരുമിച്ച് നമുക്ക് ഈ പന്തലിന് കീഴിൽ അവിടുന്ന് ആയിരിക്കാനായിട്ട് ലഭ്യമാകുന്ന ഈ അവസരം നന്ദിയോടുകൂടെ ഞങ്ങൾ ഓർക്കുകയാണ്. കണക്റ്റ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്നലെ തൊട്ട് ആരംഭിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഇന്ന് വളരെ മനോഹരമായ ഒരു ചിന്ത നമ്മൾ അവിടുന്ന് പരസ്പരം പങ്കുവെക്കുന്നു. മൈത്രിയുടെ സാമൂഹ്യ പാഠങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അവിടുന്ന് കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെ കരങ്ങൾ നീട്ടുവാൻ, ഒരുമിച്ച് മതങ്ങൾക്കപ്പുറം മാനുഷിക മൂല്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് ഇരിക്കേണ്ടവരാണ് എന്നുള്ള സാമൂഹിക ബോധത്തെ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഇന്നത്തെ ഈ ചിന്ത അവിടുന്ന് കാരണമായി തീരുകയാണ്. ഞാൻ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടേതായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൽ ഞങ്ങളുടെ വിശുദ്ധ ബൈബിളിൽ നൽകുന്ന ഒരു ചിന്തയുണ്ട്. ഗുഡ് സമാരിറ്റൻ, നല്ല ശമരിയക്കാരൻ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഒരിക്കൽ ക്രിസ്തുനാഥനോട് ഒരു വ്യക്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ കൂട്ടുകാരൻ ആരാണ് എന്നുള്ളത്. അതിന് ഒരു കഥയിൽ കൂടെയാണ് ക്രിസ്തുനാഥൻ ഉത്തരം നൽകുന്നത്. ആ കഥ വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കാം. ഒരു വ്യക്തിയുടെ യാത്രയിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് ചോര വാർന്നുകൊണ്ട് വഴിയരിൽ കിടക്കുമ്പോൾ 3 വ്യക്തിത്വങ്ങൾ ആ വഴി കടന്നു പോവുകയാണ്. സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള 3 വ്യക്തിത്വങ്ങൾ. 2 പേരും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്ത മേഖലകളുള്ളത് കൊണ്ട് ഈ വ്യക്തിയെ സഹായിക്കാതെ കടന്നു പോകുമ്പോൾ 3ാമത്തെ വ്യക്തി വഴിയരിൽ കിടക്കുന്ന ആ വ്യക്തിക്ക് ആശ്രയമായിട്ട് തീരുകയാണ്. അദ്ദേഹത്തെ ശുശ്രൂഷിപ്പാൻ, അവിടുന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ആ 3ാമത്തെ വ്യക്തി അവിടുന്ന് കാരണമായി തീരുന്നു, ഒരു ശമരിയക്കാരൻ. ആ കഥയുടെ അവസാനം ക്രിസ്തുനാഥൻ ആ വ്യക്തിയോട് പറയുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഉത്തരമുണ്ട്. നീ ചോദിച്ച ആ ചോദ്യം തന്നെ തെറ്റാണ്. എൻ്റെ കൂട്ടുകാരൻ ആര് എന്നുള്ള ചോദ്യത്തിനപ്പുറം എനിക്ക് ആർക്കൊക്കെ കൂട്ടുകാരനായി തീരാം എന്നുള്ളതാണ് നാം നമ്മോട് ചോദിക്കേണ്ടുന്ന ചോദ്യം എന്നുള്ളത്. പലപ്പോഴും നിന്റെ വലിയ പ്രശ്നമെന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുവാൻ, എന്നെ കരുതുന്നവരെ മാത്രം കരുതുവാൻ, എന്നെ ചേർത്ത് പിടിക്കുന്നവരുടെ കൂടെ എന്ന് നിൽക്കുവാനായിട്ട് താല്പര്യം കാണിക്കുന്നവരാണ്. തിരിച്ചു സ്നേഹിക്കുവാൻ, അതിനപ്പുറത്തേക്ക് നമ്മുടെ കരങ്ങളെ നീട്ടുവാൻ, എൻ്റെ കൂട്ടുകാരെ അന്വേഷിക്കുന്നതിനപ്പുറമായിട്ട് എനിക്ക് ആർക്കൊക്കെ കൂട്ടുകാരനായിട്ട് തീരാമെന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളെ അവിടുന്ന് നയിക്കുന്നില്ല എന്നുള്ളതാണ്. മൈത്രിയുടെ സാമൂഹ്യ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്രകാരമുള്ളതാണ്. എൻ്റെ കൂട്ടുകാരനപ്പുറമായിട്ട് എൻ്റെ കരങ്ങളെ നീട്ടുവാൻ, എനിക്ക് കൂട്ടുകാരായിട്ട് ചേരുവാൻ ഒരുപാട് പേരുടെ ചുറ്റുപാടുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കരങ്ങളെ കുറച്ചും കൂടെയൊക്കെ വിശാലമാക്കുവാൻ, ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ, കരുതുവാനായിട്ടൊക്കെ ഈ ചിന്തകൾ നമ്മളെ അവിടുന്ന് നയിക്കട്ടെ. അവിടെയാണ് കണക്റ്റ. ദൈവവും പ്രപഞ്ചവും മനുഷ്യനുമൊക്കെ ഒരുമിച്ച് ഒന്നായി തീരുന്നത്. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ
ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദൈവാംശത്തെ പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു നമസ്കാരത്തിലൂടെ അവിടുന്ന് നിന്നുള്ള ദൈവാംശത്തെ ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറയുവാനായിട്ട് അവിടുന്ന് നമുക്ക് തീരട്ടെ. അപ്രകാരം നമ്മളെ അവിടുന്ന് ഈ ചിന്തകൾ നയിക്കുവാൻ, മതത്തിനപ്പുറം ഒരുമിച്ച് മനുഷ്യനൊന്നാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട്, നമ്മുടെ കരങ്ങളെ കുറച്ചുകൂടെയൊക്കെ വിശാലമാക്കുവാനായിട്ട് അവിടുന്ന് സാധ്യമായി തീരേണ്ടതുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ദേശഭക്തി ഗാനമൊക്കെ പാടുന്ന സമയങ്ങളിൽ പാടിപ്പതിഞ്ഞ ഒരു ഗാനമുണ്ട്. മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലും ആകട്ടെ, മാനവൃത്തിൻ ചില്ലയിലല്ലോ മാമ്പു വിരട്ടെ എന്നുള്ള 4 വരി ഗാനം. ഒരുമിച്ച് ആ ഗാനം അന്ന് പാടിയ എൻ്റെ സഹപാഠികള്, സുഹൃത്തുക്കള്, മതങ്ങൾക്കപ്പുറം മാനവിക മൂല്യങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വീണ്ടും അവിടുന്ന് പരിപോഷിപ്പിക്കുവാനായിട്ടൊക്കെ ഇന്ന് ആളുകളിൽ സാധിക്കുമ്പോൾ മൈത്രിയുടെ സാമൂഹിക പാഠങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ അവിടെ നിന്നുണ്ടാകട്ടെ. പരസ്പരം നമ്മുടെ കടങ്ങളെ നീട്ടുവാൻ, എൻ്റെ കൂട്ടുകാരനപ്പുറമായിട്ട് അവിടുന്ന് നമുക്ക് കൂട്ടുകാരായിട്ട് ചേരുവാൻ ഒരുപാട് പേര് ഈ ലോകത്തുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ നിരാകി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കണക്റ്റ കൾച്ചറൽ എക്സിബിഷന് എല്ലാവിധമായ ആശംസകൾ അവിടുന്ന് നേരുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.